ഇന്ത്യയിൽ പുതിയ നികുതി പരിഷ്കരണമായി GST 2.0 നിലവിൽ വന്നത് എന്നു മുതലാണ്? 2025 സെപ്റ്റംബർ 22 മുതൽ. GST 2.0 പ്രകാരം ലോട്ടറിക്ക് എത്ര ശതമാനമാണ് നികുതി ചുമത്തിയിരിക്കുന്നത്? 40%. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായി മാറിയത് വിയ്യപുരം ചുണ്ടനാണ്. 2025 മിസ് ഇന്ത്യ പട്ടം കരസ്ഥമാക്കിയ മണിക വിശ്വകർമ്മയുടെ സ്വദേശം രാജസ്ഥാനാണ്. 2025 നടന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം വിരാജ് ആണ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നതിന്റെ ഗുഡ്വിൽ അംബാസഡർ മഞ്ജു വാര്യർ. അഗ്നി വാരിയർ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. സിംഗപ്പൂരും ഇന്ത്യയും തമ്മിലാണ്. 2025 ഡിസംബറിൽ ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റായ ദിത്വ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം യമനാണ്. ഭരണഘടനയിലെ ഏത് അനുച്ഛേദം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയെ ജഗദീപ് ധൻഖർ രാജിവെച്ചത്? ആർട്ടിക്കിൾ 67A അനുസരിച്ചാണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ രാജിവെച്ചത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണന് ആകെ എത്ര ഇലക്ടറൽ വോട്ടുകളാണ് ലഭിച്ചത്? 452 ഇലക്ടറൽ വോട്ടുകളാണ് ലഭിച്ചത്.